ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണെന്നാണ് പൊതുവെ വരുത്തി തീർക്കാറുള്ളത്. പക്ഷേ അതിനൊക്കെ മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയോളം പരിഹാരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 വർഷം മുമ്പ് ലഡാക്കിലെ ഗാൽവാൻ അതിർത്തിയിൽ വെച്ച് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയ ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ചൈനയിലെ വിദേശകാര്യമന്ത്രിയുമായിട്ട് വാങ് യി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. വൈസ് പ്രസിഡന്റിനെയൊക്കെ കണ്ടിരുന്നു. ഷീ ജിൻപിങ്ങിനെ കണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ചർച്ച നടത്തിയെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഷീ ജിൻപിങ് ഈ പൊതുവേദികളിലൊക്കെ എത്തിപ്പെടാത്തത് കൊണ്ട് കണ്ടിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് പല മാധ്യമങ്ങളും ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ വരുന്നതെല്ലാം തന്നെ വിദേശകാര്യമന്ത്രിയോടൊപ്പം ഉള്ളതാണ്. ഷീ ജിൻപിങ്ങുമായിട്ടും കൂടിക്കാഴ്ച നടത്തി എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. ചർച്ചകളെ തുടർന്ന് കൈലാസ് മാനസരോവർ യാത്ര അടക്കമുള്ള കാര്യങ്ങളിലും തീർത്ഥയാത്ര, വിമാന സർവീസുകൾ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷനിൽ വെച്ചിട്ടും വിദേശമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജയശങ്കർ അങ്ങോട്ട് എത്തിയത്. ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ജയശങ്കർ ഇത്തവണ നടത്തിയ സന്ദർശനത്തിന് മുമ്പ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പറഞ്ഞാൽ സാധാരണ നമ്മളുടെ ഉന്നതതല ചർച്ചകളൊക്കെ നടക്കുന്നതിന് മുമ്പ് അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ചൈനയുടെ സ്വഭാവമാണ്. അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരുമായിട്ട് വഴങ്ങും എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണയും ഒരു അതിർത്തിയിലെ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഗാൽവനിലെ പോലെയൊന്നും ഒരു പ്രശ്നത്തിനോ ഇല്ലെങ്കിൽ മുഖാമുഖം നിൽക്കുന്ന രീതിയിലേക്ക് ഒന്നും പോയൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ ഇന്ത്യ ഒരു പണി കൊടുത്തു. അതായത് നമ്മൾ ഈ പറയുന്ന ദലൈലാമയുടെ സന്ദേശം ബീജിങ്ങിൽ എത്തിച്ചു. ഈ പറയുന്ന ദലൈലാമയുടെ നവതി ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ 90-ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ സന്ദേശം ബീജിങ്ങിൽ എത്തിയതോടുകൂടി തന്നെ ഇന്ത്യയുടെ നീക്കം സ്വഭാവം എന്താണെന്നുള്ളവർക്ക് മനസ്സിലായി. അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുമല്ലോ, അതായത് ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് പറയുന്ന രീതിയിലാണ് ഇന്ത്യ അങ്ങോട്ട് ഇടപെട്ടത്. അപ്പോൾ ഇന്ത്യ അവിടെ ചെന്നിട്ട് വലിയ വിമർശനങ്ങൾ അവർക്ക് നേരെ വെക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നും ചൈന അങ്ങനെ പ്രകോപിതരാവാതെ ഇന്ത്യയുടെ വിമർശനങ്ങളെല്ലാം കേൾക്കുകയും അതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാരണവും കൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഓൾറെഡി ഒരു കുറ്റബോധത്തിലാണ് ചൈന നിൽക്കുന്നത്. കാരണം എന്താ, ഇന്ത്യയുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പ്രശ്നം നടന്നപ്പോൾ അവിടെ ഏറ്റുമുട്ടിയത് ശരിക്കും ഇന്ത്യ 3 രാജ്യങ്ങളോടാണെന്നാണ് നമ്മുടെ ആർമിയുടെ ഡെപ്യൂട്ടി ചീഫ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ചൈനയും തുർക്കിയും പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടി എന്നുള്ളതാണ് അവിടെ വാസ്തവപരമായ കാര്യം. അപ്പൊ ചൈനയുടെ ആയുധങ്ങൾ, ചൈനയുടെ യുദ്ധോപകരണങ്ങൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാന് കൈമാറിക്കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത രാജ്യമാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പം നിന്ന് യുദ്ധം ചെയ്ത രാജ്യമാണ് ചൈന എന്നുള്ളത് നമ്മൾ ഓൾറെഡി കുറ്റപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ ഈ കുറ്റബോധത്തിൽ നിൽക്കുന്ന ചൈനയ്ക്ക് നമ്മൾ അതെടുത്തെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാകിസ്ഥാൻ ആയുധം കൊടുത്തില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? അപ്പോൾ അതോടുകൂടിയാണ് ഇതിൻ്റെ അകത്ത് വലിയ പ്രശ്നം. അപ്പോൾ ചൈനയ്ക്ക് അത് അറിയാവുന്നുള്ളത് കൊണ്ടാണ് ചൈന ഒരു മൃദു സമീപനം സ്വീകരിച്ചത് എന്ന തലത്തിൽ അന്താരാഷ്ട്ര വിലയിരുത്തലുകളെല്ലാം തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധമൊക്കെ വലിയ രീതിയിൽ മെച്ചപ്പെട്ടു എന്നൊക്കെ ചൈനീസ് മുഖപത്രമായ പാർട്ടി മുഖപത്രമായിട്ടുള്ള ദ ഗ്ലോബൽ ടൈംസ് ഒക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഇതുവരെ പരസ്പര വിശ്വാസം പുലർത്തി പോകണമെന്നും ഇരു രാജ്യങ്ങളും വിജയിക്കുന്ന തരത്തിലേക്കുള്ള നയം മാറ്റമാണ് വേണ്ടതെന്നും ഒക്കെ ചൈന പറയുന്നുണ്ട്. ഇപ്പോൾ ചൈന ഇത് മുമ്പും പറഞ്ഞിട്ടുള്ള ചൗവൻലായി പറഞ്ഞ പഞ്ചതത്വങ്ങളുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ചരിത്രം അങ്ങനെ നിലനിൽക്കെ ഇപ്പോൾ ചൈന മൃദുപ്പെടുന്നു. ചൈന ഇന്ത്യക്ക് മുന്നിൽ ഒരു സാധാരണഗതിയിലേക്ക് വരുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു നെഗോസിയേഷൻ്റെ ലെവലിൽ നിന്ന് സൗഹൃദത്തിൻ്റെ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഗാൽവൻ താഴ്വരയിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയിട്ട് 2020 ജൂണിലായിരുന്നു ഈ അതിർത്തിയിലെ ബോർഡർ ടെൻഷൻ ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്തത്. അതിനോടൊപ്പം ഉണ്ടായ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവൻ താഴ്വരയിൽ നമ്മൾ ആയുധം കൊണ്ടല്ല പോരാടുന്നത്. ഈ പറയുന്ന അൺആംഡ് കോമ്പാക്ട് എന്ന് പറയും. നമ്മളങ്ങനെ ആയുധങ്ങൾ ഈ തോക്കൊന്നും എടുത്ത് വെടിവെക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങൾ അങ്ങനെ ഈ പറയുന്ന നമ്മളുടെ കമാൻഡോ ഫോഴ്സുകളെല്ലാം അവിടെ ചെന്ന് നിൽക്കുകയും ഇവരുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു. നമ്മളുടെ ഘാതക് പ്ലട്ടൂൺ കമാൻഡറാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവരെ പിടിച്ച് 40ഓളം ചൈനീസ് സൈനികരെ കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. അതായത് പക്ഷേ ചൈനയുടെ ഔദ്യോഗിക കണക്ക് 4 പേരെന്നാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഈ പറയുന്ന പ്രധാനപ്പെട്ട ലോക മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നത് ഇന്ത്യ കൊലപ്പെടുത്തിയവരുടെ 40, ഇന്ത്യയുടെ 20 സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും വലിയൊരു ഏറ്റുമുട്ടലെന്ന് അവിടെ ഉണ്ടായി. ആയുധരഹിതമായിരുന്നുവെങ്കിലും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ പിന്നീട് നമ്മൾ സൃഷ്ടിക്കാൻ തുടങ്ങി. അതായത് ഈ പറയുന്ന
കുന്തം, വാള് അതുപോലുള്ള സാധനങ്ങളൊക്കെ DRDO വികസിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ പറയുന്ന തോക്ക് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ബയണറ്റ് വാർഫെയർ ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ പറയുന്ന ഗാൽവൻ പോരാട്ടത്തിന് ശേഷം, ഗാൽവൻ ഇഷ്യൂസിനൊക്കെ ശേഷം വലിയ തോതിൽ ഇന്ത്യ ഈ ചൈനയെ ഉപരോധിക്കുന്ന ഘട്ടമുണ്ടായി. ഉപരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷത്തിലല്ല, അവരുടെ പല ആപ്പുകളും നമ്മൾ നിരോധിച്ചു. ഈ പറയുന്ന നമ്മൾ ചൈനീസ് പ്രോഡക്റ്റുകളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ, ആത്മനിർഭർ ഭാരത്, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ, മെയ്ഡ് ഇൻ ഇന്ത്യ അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നതോടുകൂടി തന്നെ ചൈനയ്ക്ക് വലിയ രീതിയിൽ ഇന്ത്യക്ക് എതിരെ നിൽക്കാനുള്ള ഒരു വോയിസ് കുറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചൈന വലിയ രീതിയിൽ പറഞ്ഞു, ഈ അതിർത്തി പ്രശ്നത്തിനെ ഈ പറയുന്ന വ്യാപാര ബന്ധമായിട്ടൊന്നും കൂട്ടിക്കൊഴിക്കരുത്. നമ്മൾ ഈ ചൈനയിൽ നിന്നുള്ള ഈ പറയുന്ന ടെക്നോളജി, പല ടെക്നോളജികൾ, അതായത് ഈ പറയുന്ന സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറയുന്ന മൊബൈൽ ഫോണുകൾ അതുപോലുള്ള കാര്യങ്ങൾ, ഗാഡ്ജറ്റ്സ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇത് പലപ്പോഴും ഈ പറയുന്ന ചൈനീസ് നിർമ്മിതമാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ചൈനയെ പൂർണ്ണമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളുടെ ആയുധ പങ്കാളി ഇപ്പോഴും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയെ തന്നെയാണ് നമ്മൾ അക്കാര്യത്തിനകത്ത് വലിയ രീതിയിൽ ആശ്രയിക്കുന്നത്. ഈ പറയുന്ന ഗാൽവൻ ഇഷ്യൂവിന് ശേഷം നിരവധി സൈനിക തല ചർച്ചകളെല്ലാം ഫ്ലാഗ് മീറ്റിംഗ്സ് എന്ന് പറയും. ഫ്ലാഗ് മീറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു സമാധാനമായിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ഇരു സൈന്യങ്ങൾ മാറിയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ചർച്ച വലിയ രീതിയിൽ ഒരു പുതിയ തലത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനിടയ്ക്ക് നമ്മൾ അധികം ചർച്ച ചെയ്യാതെ പോയതും അധികം അറിയാതെ പോയതുമായിട്ടുള്ള ഒരു ആക്രമണം കൂടി ഇന്ത്യ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന മ്യാൻമാർ മേഖലയിൽ ഡ്രോണുകളും ഈ പറയുന്ന മിസൈലും ഒക്കെ വെച്ചിട്ട് ആക്രമണം നടത്തി അവിടുത്തെ ഈ ഭീകര ക്യാമ്പുകൾ, ഉൾഫ തീവ്രവാദികളടക്കം ഈ പറയുന്ന ഈ മണിപ്പൂരി മിലിറ്റൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മണിപ്പൂർ മ്യാൻമാറിൻ്റെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളുണ്ടായിരുന്നതൊക്കെ നമ്മൾ തകർത്തു ഇന്ത്യയുടെ. അപ്പോൾ ഇതൊക്കെ മിക്കവാറും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഫണ്ടഡ് ആയിട്ടാണല്ലോ ഈ നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദം മുഴുവൻ നിലനിൽക്കുന്നത്. ആ തീവ്രവാദ മേഖല, ഈ വിഘടനവാദം മൊത്തം ചൈന പണം കൊടുത്തിട്ടാണ് നടത്തുന്നത്. അതിനെ ഇന്ത്യ തകർത്തത് കൂടി ചൈനയ്ക്ക് വലിയ ആഘാതമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബ്രിക്സ് ഉച്ചകോടനുബന്ധിച്ച് 2017 മോദിയും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്താനിരിക്കവെയാണ് ഡോക്ലാമിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ആക്രമണം നടത്തിയത് ചൈനയുടെ ഈ വ്യാളി സ്വഭാവം ഉണ്ടല്ലോ, വ്യാളി ഡിപ്ലോമസി എന്നാണ് പറയുന്നത്, ഡ്രാഗൺ ഡിപ്ലോമസി, ആ ഡിപ്ലോമസിക്ക് കൊടുത്ത ഒരു അടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നയം മാറ്റം ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാവാനായിട്ട് ഇന്ത്യയുടെ പുതിയ നയങ്ങൾ കാരണമാകുന്നു എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ദലൈലാമ എന്ന് പറയുന്ന ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന തുറുപ്പ് ചീട്ടാണ്. അത് ടിബറ്റൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന് ഏതെങ്കിലും ഒരു കാലത്ത് ഉറപ്പായിട്ടും ടിബറ്റിനെ സ്വതന്ത്രമാക്കിയേ പറ്റുള്ളൂ. ഒരു കാരണവശാലും ചൈനയുടെ കടുംപിടുത്തങ്ങൾ നടപ്പിലാവില്ല എന്നുള്ളത് ചൈനയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ത്യയുടെ കയ്യിൽ ദലൈലാമ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന കാര്യത്തിനകത്ത് ചൈന അധികം കളിക്കാൻ നിൽക്കില്ല. ചൈനയ്ക്ക് സോഫ്റ്റ് പവറായിട്ട് ഇല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡിപ്ലോമസി എടുക്കാനേ ഇനി കഴിയുള്ളൂ. കാരണം ചൈനയുടെ ആഭ്യന്തര വളർച്ചയിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അവർ ഇൻഫ്ലേഷൻ അടക്കമുള്ള പ്രശ്നങ്ങളായി അഭിമുഖീകരിക്കുന്നുണ്ട്. അവർ ഡിമോളിഷൻ പ്രോസസ്സിലേക്ക്, അതായത് ഓവർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്, അതായത് അധികമായിട്ടുള്ള ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനം കൂടിപ്പോയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചൈനയിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളില്ലാത്ത ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഈ പറയുന്ന വമ്പൻ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ ഉണ്ട് ചൈനയിൽ. ഇതൊക്കെ പലതും പൊളിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ കൂടെയാണ് ചൈന കടന്നു പോകുന്നത്. ചൈന ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഷീ ജിൻപിങ്ങിൻ്റെ പതനം കൂടി ആകുമ്പോൾ ചൈന വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്ത്യ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഉടക്കി നിൽക്കുന്നത് ചൈനയ്ക്ക് ഒട്ടും ഗുണകരമാകില്ല എന്നറിയാം. അതുകൊണ്ട് ചൈന എടുക്കുന്ന ഒരു നിലപാടാണ്. എന്തായാലും ഇക്കാര്യത്തിനകത്ത് ഇന്ത്യ പ്രാഥമികമായി തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.